ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെയും അന്വേഷണ ഏജൻസികളെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2006 മലേഗാവ് സ്ഫോടന കേസിലെ കുറ്റാരോപിതരായിരുന്ന അവസാന 4 പേരെയും ബോംബെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു. 31 പേരുടെ ജീവനെടുത്ത 300-ലധികം പേർക്ക് പരിക്കേറ്റ ആ കറുത്ത വെള്ളിയാഴ്ചയ്ക്ക് ശേഷം 20 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ ദാരുണമായ കുറ്റകൃത്യം ചെയ്തത് ആരെന്ന ചോദ്യം വീണ്ടും ബാക്കിയാവുകയാണ്. ആരെയും ശിക്ഷിക്കാനാവാതെ ഈ കേസ് ഒരു വഴിമുട്ടിയ അവസ്ഥയിലാണെന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിരുന്നു. എന്താണ് ഈ കേസിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കോടതി ഇത്തരമൊരു വിധിയിലേക്ക് എത്തിയത്? മനോഹർ നൻവാരിയ, രാജേന്ദ്ര ചൗധരി, ധൻസിംഗ്, ലോകേഷ് ശർമ്മ എന്നിവരെയാണ് ചീഫ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, ജസ്റ്റിസ് ശ്യാം ചന്ദക് എന്നിവരടങ്ങിയ ബെഞ്ച് കുറ്റവിമുക്തരാക്കിയത്. കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ ഗൗരവകരമാണ്. കേസ് അന്വേഷിച്ച മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയും പിന്നീട് കേസ് ഏറ്റെടുത്ത ദേശീയ അന്വേഷണ ഏജൻസിയും നൽകിയ റിപ്പോർട്ടുകൾ തമ്മിലുള്ള വൈരുദ്ധ്യമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. NIA സമർപ്പിച്ച തെളിവുകൾ കേവലം സാഹചര്യ തെളിവുകൾ മാത്രമാണെന്നും സാക്ഷിമൊഴികൾ മാറ്റിയത് അന്വേഷണത്തെ ദുർബലപ്പെടുത്തിയെന്നും കോടതി പറഞ്ഞു. NIA കോടതി നേരത്തെ കുറ്റം ചുമത്തിയത് ശരിയായ രീതിയിലല്ലെന്നും കൃത്യമായ തെളിവുകളില്ലാതെയാണ് വിചാരണ നടന്നതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ചുരുക്കത്തിൽ പ്രതികൾക്കെതിരെ വിശ്വസനീയമായ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞില്ല. കോടതി വിധി വരുമ്പോൾ നമ്മൾ മറന്നുപോകാത്തൊരു വിഭാഗമുണ്ട്. ആ സ്ഫോടനത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ. 2006 സെപ്റ്റംബർ 8 മലേഗാവിലെ ഹമീദിയ മസ്ജിദിന് സമീപം സ്ഫോടനം നടക്കുമ്പോൾ അത് നിരവധി കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് തകർത്തത്. സ്ഫോടനത്തിൽ തന്റെ 18 വയസ്സുള്ള മകൻ സാജിദ് നഷ്ടപ്പെട്ട ഷഫീഖ് അഹമ്മദിന്റെ വാക്കുകൾ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്: ആരും സ്ഫോടനം നടത്തിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എൻ്റെ മകനും മറ്റു 30 പേരും കൊല്ലപ്പെട്ടതും? 8 വയസ്സുള്ള മകനെ നഷ്ടപ്പെട്ട മുഹമ്മദ് ആരിഫിനെ പോലെയുള്ളവർ ചോദിക്കുന്നത് തങ്ങൾക്ക് എവിടെ നീതി ലഭിക്കും എന്നാണ്. 20 വർഷമായി കോടതികൾ കയറിയിറങ്ങിയ ഇവർക്ക് ഇന്നും വെറും കൈയോടെ മടങ്ങേണ്ടി വന്നിരിക്കുന്നു. പ്രതികൾ രക്ഷപ്പെടുമ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ ഇപ്പോഴും പുറത്തുണ്ടെന്ന ഭീതിയും ഇരകളുടെ കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു. ഈ കേസിന്റെ ചരിത്രം പരിശോധിച്ചാൽ അന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള തർക്കങ്ങളും വൈരുദ്ധ്യങ്ങളും വ്യക്തമാകും. ആദ്യം ATS 9 മുസ്ലിം യുവാക്കളെയാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ പിന്നീട് കേസ് ഏറ്റെടുത്ത NIA ഈ യുവാക്കൾക്ക് സ്ഫോടനത്തിൽ പങ്കില്ലെന്ന് കണ്ടെത്തുകയും ഹിന്ദുത്വ സംഘടനകളിൽപ്പെട്ടവരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. 2016 ആദ്യത്തെ 9 പേരെ കോടതി വിട്ടയച്ചു. ഇപ്പോൾ ബാക്കിയുള്ള 4 പേരെയും വിട്ടയച്ചതോടെ 2006 കേസിൽ ഇനിയും ആരും പ്രതികളായിട്ടില്ല. വോയിസ് സാമ്പിളുകൾ, ഫോറൻസിക് റിപ്പോർട്ടുകൾ തുടങ്ങിയ ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുന്നതിൽ ഏജൻസികൾ പരാജയപ്പെട്ടു. ഒരു ഏജൻസി ശേഖരിച്ച തെളിവുകളെ മറ്റൊരു ഏജൻസി തള്ളിക്കളയുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇത് അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ തന്നെ തകർത്തു. ബോംബെ ഹൈക്കോടതിയുടെ ഈ വിധി ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ വലിയൊരു പാഠമാണ്. കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നതും ഒടുവിൽ ആരെയും ശിക്ഷിക്കാനാവാതെ വരുന്നതും നീതിന്യായ വ്യവസ്ഥയോടുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കും. ഈ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഇരയുടെ കുടുംബങ്ങൾ.